ഹലോ നമസ്കാരം, വെൽക്കം ടു നിധീസ് കുക്ക് ആൻഡ് ജോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാപ്സിക്കം ഒണിയൻ മസാലയാണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. നമ്മുടെ പൊറോട്ട ചപ്പാത്തിക്കൊക്കെ സുഖമായിട്ട് പോകുന്ന ഒരു കറിയാണ്. ഇതൊരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും കറി. 3-4 പേർക്ക്, മാക്സിമം 4 പേർക്ക് കഴിക്കാനുണ്ടാവും കറി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. വീഡിയോയിൽ പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടിയുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കാപ്സിക്കം ഒണിയൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ വേണ്ടുന്നത് ഒരു വലിയ സവാള. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള എടുക്കാം. ഒരു 1.5 തക്കാളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 എടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 5-6 മണി കുരുമുളക്, 3 ഗ്രാമ്പു, 3 ഏലക്ക. ഇത്രയും സാധനങ്ങൾ നമുക്ക് വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കാനുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്രേവിക്ക്, അതായത് കഷ്ണങ്ങളായിട്ട് വേണ്ടുന്ന ഒരു ചെറിയ പീസ് റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ഗ്രീൻ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ 2 കളർ എടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു സവാള. സവാള വലുതായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ സവാള വെച്ചിട്ടാണ് അതിനകത്തുള്ള കഷ്ണങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് സവാള കുറച്ച് വലുത് വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഗ്രേവിക്ക് വേണ്ടുന്ന സവാളയും ടൊമാറ്റോയും എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മളത് വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇതൊക്കെ ക്യൂബ്സ് ആയിട്ട് അപ്പൊ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കണ്ട, കുക്കിംഗ് ഓയിലാണ് നല്ലത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാവാം. നമുക്ക് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി വരണം. ജീരകം പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 3 ഗ്രാമ്പു, 5 മണി കുരുമുളക്. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിതൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ട്രാൻസ്പെറന്റ് ആയാലും മതി. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ട് ഉടയണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിലായി പോയാൽ കരിഞ്ഞു പോകും അടിയിൽ. അപ്പൊ നമുക്കിതൊന്ന് കുക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്കൊന്നുകൂടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് എടുക്കും ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഉടഞ്ഞു വരാൻ. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർക്കാം. അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്, കാരണം നമുക്കിത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കട്ടെ. നമ്മുടെ സവാളയും തക്കാളിയും വഴറ്റിയത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് അരച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് നേരത്തെ സെയിം പാൻ ഒന്നുകൂടെ ചൂടാക്കാം.
നമ്മൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ്, നേരത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. സവാളയും കാപ്സിക്കം ഒക്കെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. സവാള ഒരു ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വഴറ്റുന്നത്. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, ഒരു ബേ ലീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റ്, സവാളയും തക്കാളിയും കൂടി വഴറ്റി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് സോട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് എണ്ണ ശരിക്കും തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പൊ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനു മുന്നേ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഒരു റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ. ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നല്ല തിക്കാണ്. നമുക്കിപ്പോ ഇതിന്റെ ടേസ്റ്റ് നോക്കാം. അപ്പൊ ഇതിന് ഉപ്പ് ഇത്തിരി കുറവാണ്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ തിക്കാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് ഈ ഗ്രേവി ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മളെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നേരത്തെ സോട്ട് ചെയ്ത് വെച്ച കാപ്സിക്കോ, സവാളയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ആവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊടിക്കണം കൈവച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒണിയൻ മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത്രയും തിക്നെസ് വേണം, അധികം ലൂസായി പോകരുത്. അപ്പോൾ പിന്നെ അതിനകത്തൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ പ്ലീസ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചെയ്ത് നോക്കിയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.